തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്തെ ശ്രീ സ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിൽ ഗുരുതരമായ ആചാര ലംഘനം. മണ്ഡപം പാചകപ്പുരയാക്കി മാറ്റി. മത്സ്യവും മാംസവും പാചകം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച തീരസംഗമം പരിപാടിയിലാണ് മണ്ഡപത്തെ അവഹേളിച്ച പാചകപ്പുര പണിഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പരിപാവനമായി കാണുന്ന ആറാട്ട് മണ്ഡപത്തെയാണ് അപമാനിച്ചത്. മണ്ഡപവും പരിസരവും പാചകപ്പുരയാക്കി മാറ്റുകയും മത്സ്യവും മാംസവും പാചകം ചെയ്യുകയും ചെയ്തു. ഈ മാസം 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ശംഖുമുഖത്ത് സംഘടിപ്പിച്ച തീരസംഗമം പരിപാടിയിലാണ് മണ്ഡപത്തെ പാചകപ്പുരയാക്കിയത്. പരിപാവനമായ മണ്ഡപത്തിൽ യാതൊരു പരിപാടിയും നടത്താൻ പാടില്ല എന്നിരിക്കെയാണ് സർക്കാർ ഒത്താശയോടെയുള്ള നടപടി. ഇതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തൻ എന്നുള്ള നിലയിലും നമ്മുടെ ആവശ്യം ഇനി ഇത് കണക്കൊരു ആചാര ലംഘനം ഇവിടെ നടത്താൻ പാടില്ല, അതിന് എല്ലാ നടപടിയും ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആറാടിച്ച് ഭഗവാനെ ഇവിടെ കടലിൽ കൊണ്ട് ആറാടിച്ച് ഇവിടെ കൊണ്ടുവരുത്തി ദീപാരാധന കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത്. 3 വിഗ്രഹങ്ങളും കൂടെ കാണും. നരസിംഹമൂർത്തി, പത്മനാഭസ്വാമി, കൃഷ്ണനും 3 അടുത്തായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാരണത്തിൽ ഇത് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, ഈ ചെയ്തവർക്കും അറിയാം ഇവിടെ ഇതിങ്ങനെ പാടില്ല എന്ന്. അതേസമയം മാംസാഹാരം വിളമ്പിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം പൊതുജനങ്ങളെല്ലാം വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധികൃതരോട് പെർമിഷൻ വാങ്ങേണ്ട കാര്യമില്ല, അവർ വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങൾ പോലീസിനടുത്ത് ഉടനെ തന്നെ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആചാര ലംഘനത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി. മാംസാഹാരമടക്കമുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ട് ഈ ഹിന്ദു വിശ്വാസത്തെ ഇല്ലാതാക്കാനും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായതിൽ ആരൊക്കെ ഉത്തരവാദിയായോ അവരെയെല്ലാം നിയമപരമായി അവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആദ്യമായി പറയാറുള്ളത്. ആ പവിത്രമായ സ്ഥലത്തെയാണ് ഇപ്പോ അവിടെ മാംസാഹാരം വേവിച്ചുകൊണ്ട് അവിടെ ആ ആചാര ലംഘനം നടത്തിയിരിക്കുന്നത്. ആറാട്ട് മണ്ഡപവും പരിസരവും സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഗുരുതര വീഴ്ച. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകളും പ്രദേശവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.